ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പൂക്കളുണ്ടായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ പൂന്തോട്ടത്തിലും ടെറസിൻ്റെ മുകളിലും ഒക്കെ അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ ഓരോ ഗ്രോ ബാഗിൽ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തതാണ്. നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെറിയ ചെടികളായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നിറയെ പൂക്കളൊക്കെ വീണ്ടും വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നിത്യകല്യാണി. ഈ ഒരു നിത്യകല്യാണി നമുക്ക് ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ ഇതിന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കൊടുത്തതാണ്. വീണ്ടും കുറച്ച് ഇതളുകളൊക്കെ ആയിട്ട് അതിലൊക്കെ പൂക്കളായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഒരു വെറൈറ്റിയാണിത്. നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റാണ്. യെല്ലോ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇലകളും പൂക്കളൊക്കെ ഒരുമിച്ച് വളർന്നു നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിൽ ആവശ്യമുള്ള ചെടിയാണ്. നമ്മൾ ചട്ടിയിലെ മുകളിൽ വെച്ച് കൊടുത്താണ്. അപ്പോൾ അതിൽ പൂക്കളായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇതിലും കുട്ടികൾ വന്നിട്ടുണ്ട്. ഇത് റോസ് ഫ്ലവറാണ് ഇതിലുണ്ടാകുക. ഇപ്പോൾ പൂട്ടി നിൽക്കുന്ന മറ്റൊരു ഐറ്റാണ് ബോഗൻവില്ല. ബോഗൻവില്ല സീസണാണ്. സീസണിലും അല്ലാത്തതായിട്ട് കുറച്ച് ബോഗൻവില്ല ചെടികൾ പൂട്ടി നിൽക്കുന്നുണ്ട്. ഇതൊരു തവണ പൂക്കൾ വിരിഞ്ഞതായിരുന്നു. അപ്പോൾ വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ വീണ്ടും പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. ബോഗൻവില്ലകളൊക്കെ പൂക്കൾ വിരിഞ്ഞ് തുടങ്ങിയതും വിരിഞ്ഞ് കയറായതും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അടീനിയം ചെടികളാണ്. അടീനിയം ചെടികളിലും നിറയെ പൂക്കളായിട്ടുണ്ട്. ഡബിൾ പെറ്റുള്ള അടീനിയം ചെടിയാണ്. അപ്പോൾ നിറയെ പൂക്കൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. വലിയ പൂക്കളാണ്. പൂമുട്ടുകൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ള ചെടിയാണ്. പൂക്കൾ വലിയ പൂക്കൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ മറച്ചു നിൽക്കുകയാണ്. സിംഗിൾ പെറ്റലുള്ള വെറൈറ്റി. പൂക്കളുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കായ്കൾ പിടിച്ച് കിട്ടും. ഈ രീതിയിൽ ഇതേപോലെ പൂക്കൾ തൊഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിലൊരു കായ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. വിത്തുകളായി മാറുകയും ചെയ്യും. അത് ജമന്തി പൂക്കളാണ്. ജമന്തിയോ അത്യാവശ്യത്തിന് പൂവിട്ടിട്ടുണ്ട്. നമ്മൾ ഗ്രോ ബാഗിൽ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ എല്ലാത്തിലും പൂമുട്ടുകളൊക്കെ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗോണിയയുടെ റെക്സ് ബിഗോണിയ വെറൈറ്റി, അതിലും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു തവണ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം അത് നിൽക്കുന്ന ഒരു ചെടിയാണ്. ബാൽസം ചെടികൾ. നമ്മുടെ സെലോഷ്യ വെറൈറ്റിയാണ്. യെല്ലോ സെലോഷ്യയാണ്. അതിൽ പൂക്കൾ വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ അരളിച്ചെടിയാണ്. അരളിച്ചെടി നമ്മൾ എയർ ലെയറിങ് ചെയ്ത് നട്ടു കൊടുത്തിട്ടുള്ള ചെടികളാണ്. അതിലൊക്കെ പൂക്കളും പൂമുട്ടകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ്. ബോഗൻവില്ല. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.